തൃശൂർ കേരള കലാമണ്ഡലത്തിൽ കൂട്ടപ്പിരിച്ചുവിടൽ. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെയുള്ള ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. 68 അധ്യാപകർ ഉൾപ്പെടെ 85 പേരെയാണ് പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങളുമായുള്ളത്. ലെവിൻ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണോ കലാമണ്ഡലം? അതിൻ്റെ ഭാഗമാണോ നടപടി? ഏറെ നാളുകളായി സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി അധികൃതരും വൈസ് ചാൻസലറും പലവട്ടം സർക്കാരിൽ വിവരം അറിയിച്ചു. സാംസ്കാരിക മന്ത്രി അടക്കമുള്ള ആളുകളെ ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയിച്ചതാണ്. പക്ഷേ കാര്യമായ സാമ്പത്തിക സഹായങ്ങൾ സർക്കാരിന് സർവകലാശാലയ്ക്ക് ചെയ്തു നൽകാൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് കൂടി പ്രവർത്തനങ്ങൾ കൂടി തീർത്തും പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യത്തിലാണ് യൂണിവേഴ്സിറ്റി ഇത്തരത്തിൽ നിർബന്ധിതരായ ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയ്ക്ക് കീഴിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള 85 ആളുകളെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഔദ്യോഗികമായി യൂണിവേഴ്സിറ്റി 85 ആളുകൾ എന്ന് പറയുമ്പോഴും 120-ൽ പരം ആളുകളെ ഇത്തരത്തിൽ പിരിച്ചുവിട്ടതായാണ് ജീവനക്കാരിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഇതിൽ 68 ആളുകൾ അധ്യാപകരാണ്. വിവിധ കലാ കോഴ്സുകൾക്ക് പഠനം നടത്തുന്ന വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനങ്ങളെ അടക്കം ബാധിക്കാൻ ഇടയുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോഴും യൂണിവേഴ്സിറ്റി അറിയിക്കുന്നത് ഇത്തരത്തിൽ സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെയോ വിദ്യാർത്ഥികളുടെ പഠനത്തെയോ ഒന്നും ഇത്തരത്തിലുള്ള കൂട്ടപ്പിരിച്ചുവിടൽ ബാധിക്കില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. മാത്രമല്ല ഇതുവരെയുള്ള വിദ്യാർത്ഥികൾ അവരുടെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങളും ഹോസ്റ്റൽ സൗകര്യങ്ങൾ അടക്കമുള്ള സംവിധാനങ്ങളുമെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു തീരുമാനം എടുത്തതെന്നും യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ അനന്തലാൽ അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇത്തരമൊരു തീരുമാനം എടുക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളൊരു നിലയിൽ അത്തരത്തിലുള്ള പ്രതികരണവും അദ്ദേഹം നമ്മളോടായി നടത്തിയിട്ടുണ്ട്. കാരണം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ശമ്പളമില്ലാതെ അവരെ ജോലി ചെയ്യിപ്പിക്കാനാവില്ല. ഇനിയും അത് ഇത്തരത്തിലൊരു സാഹചര്യം തുടർന്നാൽ സർവകലാശാല കൂടുതൽ സാമ്പത്തികമായി പ്രതിസന്ധിയിലേക്ക് പോകും. സർക്കാരിന്റെ കാര്യമായ സഹായമില്ലാതെ ഇത്തരമൊരു തീരുമാനവുമായി തീരുമാനത്തെ മാറ്റാനാവില്ല എന്നും അദ്ദേഹം പറയുന്നു. ഏറെ നാളുകളായി കലാമണ്ഡലം കൽപ്പിത സർവകലാശാല അടക്കം വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. സർക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയും ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഏതായാലും തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തതെന്നാണ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. 68 അധ്യാപകരടക്കം 85 പേരെയാണ് ഔദ്യോഗികമായി പിരിച്ചുവിട്ടതായി യൂണിവേഴ്സിറ്റി അറിയിക്കുന്നത്. പക്ഷേ 120-ലേറെ ആളുകൾക്ക് താൽക്കാലിക വ്യവസ്ഥയിൽ ഈ കലാമണ്ഡലത്തിൽ ജോലി ചെയ്ത ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നാണ് അവരുടെ അവസാന പ്രവൃത്തി ദിനമായി ഉത്തരവിൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പുറത്തിറക്കിയ ഉത്തരവിൽ കാണിച്ചിരിക്കുന്നത്. നാളെ മുതൽ ജോലിക്കായി വരേണ്ടതില്ല എന്നും ഉത്തരവിലൂടെ ജീവനക്കാർക്ക് അറിയിപ്പ് നൽകുന്നു. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. കേരള കലാമണ്ഡലത്തിൽ അധ്യാപകരെയും അനധ്യാപകരെയും അടക്കം 85 പേരെ കൂട്ടപ്പിരിച്ചുവിടലിന് വിധേയരാക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ഈ ഒരു തീരുമാനമെന്നും ലെവിൻ പറയുന്നു.